യെസ്, ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയായതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ബോബി ചെമ്മണ്ണൂരിനെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം വൈദ്യപരിശോധന പൂർത്തിയായി എന്ന് വേണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. കൂടുതൽ ചികിത്സയോ അല്ലെങ്കിൽ പരിശോധനകളോ ഡോക്ടർമാർ നിർദ്ദേശിച്ചോ എന്നതിനും വ്യക്തത കൈവരേണ്ടതുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, നിരവധി ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ പ്രശ്നങ്ങൾ ബോബി ചെമ്മണ്ണൂർ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ വിവിധ വിഭാഗങ്ങളിലുള്ള പരിശോധനകൾ നടക്കുന്നു, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, യെസ്, എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയായിട്ടില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. നേരത്തെ നട്ടെല്ലിന് ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ട്, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എന്നതൊക്കെ പരാതിയായി ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിൽ അത്തരം പരിശോധനകൾ കൂടി നടത്തേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ആശുപത്രിയിലെ നടപടിക്രമമാണ്, സാങ്കേതികമായ നടപടിക്രമങ്ങളാണ്, ഡോക്ടർമാർ ആണ് അതിൽ തീരുമാനം എടുക്കേണ്ടത്. വൈദ്യപരിശോധനയിൽ പ്രാഥമികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് കണ്ടാൽ കൂടുതൽ പരിശോധനകൾ നടത്തും. എന്തായാലും ഡാനി ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആശുപത്രിയിൽ തന്നെയാണ് തുടരുന്നത്. ഓരോ വിഭാഗങ്ങളിലായി പരിശോധന നടത്തുകയാണോ, എന്താണ് അവിടെ നടക്കുന്നത്? വൈദ്യപരിശോധന ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാകുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഇതിൽ എക്സ്റേ അടക്കം എടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വിടുതൽ നൽകുകയാണ്. എറണാകുളം ജില്ലാ ജയിലിലേക്ക്, കാക്കനാടുള്ള ജില്ലാ ജയിലിലേക്കാണ് പോകുന്നതെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവിടുത്തെ പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ പോലീസ് ജീപ്പ് ഇവിടേക്ക് എത്തിക്കാനുള്ള ഇവിടുത്തെ തിരക്കുണ്ട്. ആശുപത്രി പരിസരമാണ്, അതുകൊണ്ട് തന്നെ അല്പം മാറ്റിയിരുന്നു. ഇവിടേക്ക് എത്തുവാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. എറണാകുളം ജില്ലാ ജയിലിലേക്ക്, കാക്കനാട് ജയിലിലേക്കാണ്. അതായത് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, ജയിലിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ മാറ്റുന്നു എന്ന് തന്നെയാണ്. ഏതായാലും വൈദ്യപരിശോധന അടക്കം കഴിഞ്ഞിരിക്കുന്നു. ദേഹാസ്വസ്ഥം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് വൈദ്യപരിശോധനയിലേക്ക് അടക്കം വേണ്ടി വന്നത്. ഇപ്പോൾ അത് പൂർത്തിയായിരിക്കുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എറണാകുളം ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ്, കാക്കനാടുള്ള എറണാകുളം ജില്ലാ ജയിലിലേക്ക് മാറ്റുന്നത് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയാകുന്നു എന്നതാണ്. അല്പസമയത്തിനകം തന്നെ പോലീസ് വാഹനം ഇവിടേക്ക് എത്തും. ഇതിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയത് ദേഹാസ്വസ്ഥം പ്രകടിപ്പിച്ചതിന്റെ ഒരു അടിസ്ഥാന കാരണങ്ങളെല്ലാം തന്നെ ചൊല്ലിയായിരുന്നു. പക്ഷെ അത്തരം മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, രക്തസമ്മർദ്ദം മറ്റു കാര്യങ്ങളോ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നതിന് ശേഷം വീണ്ടും എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു. കാരണം ഇദ്ദേഹത്തിന്റെ പരിക്ക് ഇത് വന്നപ്പോൾ തന്നെയും കോടതി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആമുഖമായി തന്നെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പരിക്കുണ്ട് എന്നാണ്. പക്ഷെ അത് പോലീസുകാർ വഴിയല്ല, താൻ കഴിഞ്ഞ ദിവസം വീണിരുന്നു, നട്ടലിനും കാലിനും പരിക്കുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ അതൊന്നുകൂടി പരിശോധിച്ചിരിക്കുന്നു, എക്സ്റേ അടക്കം പൂർത്തിയാക്കിയിരിക്കുന്നു. മറ്റു കുഴപ്പങ്ങളില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മരുന്നുകൾ നൽകിയിരിക്കുന്നു. ഈ മരുന്നുമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ജില്ലാ ജയിലിലേക്കാണ്, കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ ഉടൻ തന്നെ ജയിലിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കണം. ഇനി കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളടക്കം, ഇപ്പോൾ ആശുപത്രിയാണ്, അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടമടക്കം അവിടെയുണ്ട്. പോലീസ് വാഹനത്തിൽ അല്പസമയത്തിനകം തന്നെ കാക്കനാട് ജയിലിലേക്ക് മാറ്റും ബോബി ചെമ്മണ്ണൂരിനെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 14 ദിവസത്തേക്കാണ് കോടതി ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നാളെ തന്നെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ പറയുന്ന സാഹചര്യമുണ്ട്. ഒപ്പം കോടതിയിൽ വാദത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അടക്കം അനുഭവപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആണ് വിശദമായ പരിശോധന നടത്തിയത്. എന്നാൽ പ്രാഥമികമായി നടക്കുന്ന ഈ പരിശോധനയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിലേക്ക് മാറ്റും എന്നുള്ളതാണ്. പ്രമുഖ അഭിഭാഷകരെ അടക്കം അണിനിരത്തിക്കൊണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഇന്ന് വാദമുഖങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ ആ വാദമുഖങ്ങളെല്ലാം തന്നെ കോടതി തള്ളിയ പശ്ചാത്തലത്തിൽ ആണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക്
പോകേണ്ടി വരുന്നത്. തന്നെ നിരന്തരം പിന്തുടർന്ന് അധിക്ഷേപിച്ചു എന്നുള്ളതാണ് പരാതിക്കാരി പറയുന്നത് എന്ന വാദം പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിക്കുകയും ചെയ്തു. മാത്രവുമല്ല, രഹസ്യമൊഴി കോടതിക്ക് നൽകിയ പശ്ചാത്തലത്തിൽ കൂടുതൽ വകുപ്പുകളടക്കം ചുമത്തേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും എന്നുള്ളതും പ്രോസിക്യൂഷന്റെ വാദമായിരുന്നു. പ്രതി